2002 മാർച്ച് 22 ഋഷികേശ്. ജ്ഞാനദളം 350. വിഡ്ഢികളെ സ്തുതിക്കൂ. വിഡ്ഢികളെ സ്തുതിക്കുന്നത് സമൂഹത്തിന് നന്മയുണ്ടാക്കും. സ്തുതി ലഭിക്കുന്ന വിഡ്ഢി ഒരുപക്ഷെ സമൂഹത്തിന് ദോഷം വരുത്തുന്നത് കുറച്ചേക്കാം. മാത്രമല്ല, നല്ല പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തേക്കാം. ഈ ഒരു അർത്ഥത്തിൽ വിഡ്ഢികളെ സ്തുതിക്കുന്നത് ബുദ്ധിയാണ്. കാരണം അവർക്ക് പ്രചോദനം ആവശ്യമാണ്. വിഡ്ഢിയുടെ നേർക്കാണ് നിങ്ങളുടെ സ്തുതിയെങ്കിൽ അത് അർത്ഥപൂർണമാകും. ജ്ഞാനമുള്ളവർ അവരുടെ സ്വന്തം സ്വഭാവമനുസരിച്ച് നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അവരുടെ മനോഭാവം ആരുടെയും സ്തുതിയെയോ കുറ്റപ്പെടുത്തലിനെയോ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ജ്ഞാനിയെ സ്തുതിക്കുന്നത് കൊണ്ട് ഒന്നും നേടാനില്ല. കാരണം നിങ്ങളുടെ സ്തുതി അദ്ദേഹത്തെ ഒരു തരത്തിലും സ്വാധീനിക്കുകയില്ല. 3 തരത്തിലുള്ള ആളുകളാണുള്ളത്: ജ്ഞാനി, വക്രബുദ്ധിയുള്ളയാൾ, അപക്വതയുള്ള ആൾ. കോപമോ സ്തുതിയോ ലഭിച്ചാലും ജ്ഞാനി നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. വക്രബുദ്ധിയുള്ളവർ നല്ല പ്രവൃത്തി ചെയ്യാൻ അവരെ സ്തുതിക്കേണ്ടിയിരിക്കുന്നു. അപക്വതയുള്ളവരെ സ്തുതിക്കുകയും ഇടയ്ക്കിടയ്ക്ക് ശകാരിക്കുകയും വേണ്ടിവരും. ജയ് ഗുരുദേവ്.